ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലും ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നതായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ജോയ്സ് ജോർജിനെതിരെ ഡീൻ കുര്യാക്കോസ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചാൽ എന്തു സംഭവിക്കാനാണെന്നും CV വർഗീസ് പരിഹസിച്ചു. ഹൈറേഞ്ചിലെ ചൂട് വർദ്ധിക്കുകയാണ്, അന്തരീക്ഷോഷ്മാവ് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് ചൂടും വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ഇടുക്കിയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറിയായ CV വർഗീസാണ് നമ്മളോടൊപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗം ചൂടുപിടിച്ചു. അതേപോലെ മൂന്ന് സ്ഥാനാർത്ഥികളും രംഗത്ത് വന്നു. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് രംഗം വളരെ ചൂടുപിടിച്ചൊരു ഘട്ടത്തിലാണ്. എങ്ങനെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് ഇലക്ഷൻ്റെ മുന്നോട്ട് പോകുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ജോയ്സ് ജോർജിൻ്റെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധമായ തയ്യാറെടുപ്പും വളരെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ജോയ്സ് ജോർജ് 2014 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം MP എന്ന രൂപത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ടായി. 2019 മുതൽ 24 വരെയും ഉള്ള കാലഘട്ടം എടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണമെന്ന് സംബന്ധിച്ച് വിശകലനം നടത്താനും വിലയിരുത്താനും ഈ തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട വേദിയായി മാറിയിട്ടുണ്ട്. കാരണം 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ MP പ്രവർത്തിച്ച ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തിന് കിട്ടിയ 17 കോടി രൂപ 7 കോടി രൂപ അദ്ദേഹത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ആ പണം ചെലവഴിക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം 3 കോടി രൂപ ചെലവഴിച്ചു. ആ ചെലവഴിച്ചത് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്കെല്ലാം MP-മാരുടെയും MLA-മാരുടെയും ഫണ്ട് ഉപയോഗപ്പെടുത്തി വണ്ടിയുണ്ട്. അതിനനുസൃതമായിട്ടുള്ള ഓരോ വണ്ടി കൂടെ വാങ്ങിക്കൊടുത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി 3 കോടി രൂപ ചെലവഴിച്ചു. ബാലൻസുള്ള പണം ഇപ്പോഴും ബാലൻസ് കിടക്കുക. ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള MP എന്ന രൂപത്തിൽ നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹത്തിന് ഇവിടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനത്തിൽ പണം നൽകാം, താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി പണം നൽകാം. ഉദാഹരണം, ഇടുക്കി മെഡിക്കൽ കോളേജ് ഇന്ന് പ്രവർത്തിക്കുന്ന വൈറോളജി ലാബ് സ്ഥാപിതമായത് വൈദ്യുതി മന്ത്രിയായി മണിയാശാൻ ഇരിക്കുമ്പോൾ അന്ന് അനുവദിച്ച 10 കോടി രൂപ കൊണ്ടാണ് വൈറോളജി ലാബ് ആരംഭിച്ചത്. ഇനി ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുണ്ട്. ഗവൺമെന്റ് കൊടുക്കുന്ന പണത്തിനോടൊപ്പം തന്നെ പ്രവർത്തനം നടത്തുമ്പോൾ ചില സന്ദർഭത്തിൽ ജനകീയമായ സഹായം ഉണ്ടാവണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ HMC കൂടുമ്പോൾ വളരെ പെട്ടെന്നുള്ള ഇൻസ്പെക്ഷൻ വരാനിടയുണ്ട്. അതിനാവശ്യമായ കസേര എടുക്കാൻ സർക്കാർ പൈസ അനുവദിച്ച് വരുമ്പോൾ അലോട്ട് ചെയ്യപ്പെട്ട് വരുമ്പോൾ താമസം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് LDF അവിടെ HMC അംഗങ്ങളെല്ലാം കൂടി 150 കസേര മേടിച്ചിട്ട് കൊടുത്ത് പശ്ചാത്തല സൗകര്യം ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത ഇൻസ്പെക്ഷനകത്ത് മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം കൂടുതൽ കിട്ടുന്നതിനും കൂടുതൽ സീറ്റ് കിട്ടുന്നതിനും വേണ്ടി നിലപാടെടുത്തു. അത്തരമൊരു സന്ദർഭത്തിലാണ് MP-യുടെ കിടക്കുന്ന 4 കോടി രൂപ ചെലവഴിക്കുക. ആ പൈസ വേണം ഇവിടെ ചെലവഴിക്കാം. അക്കാര്യത്തിൽ പറയുന്നത് എക്സ്പെൻഡിച്ചർ ആവണമെങ്കിൽ അതാത് സാമ്പത്തിക വർഷമാവണം, അതുകൊണ്ട് കയറി വരും എന്നാണല്ലോ പറയുന്നത്. പദ്ധതികൾ നടക്കുന്നതെന്നാണല്ലോ പറയുന്നത്. പദ്ധതികൾ വരണമെങ്കിൽ ഇപ്പൊ ചെലവഴിക്കാൻ ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം 5 വർഷം MP അല്ലേ? ഈ അവസാനം കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ നോഡൽ ലാബ് സ്ഥാപിക്കണം. ജോൺ ബ്രിട്ടാസ് MP-യുടെ 1.5 കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ജോൺ ബ്രിട്ടാസിന് 1.5 കോടി രൂപയാണ്. 8 എണ്ണം അവിടെ സ്ഥാപിക്കാം. ആ 3 എണ്ണം സ്ഥാപിക്കാനുള്ള പണം ഇപ്പോൾ ഇവിടെ ജോൺ ബ്രിട്ടാസിന് പൈസ കൊടുത്തു. ഇദ്ദേഹത്തിനെയും പണം ഇവിടെ ചെലവഴിക്കാൻ മേലെ? സാമ്പത്തിക വർഷം വന്നോട്ടോ, ചെലവഴിക്കാൻ മേലെ, കൊടുക്കാൻ മേലെ, പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കാണുന്ന ഒരു ന്യായം എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും 5 കഴിഞ്ഞ് 2014 മുതൽ 19 വരെയും 19 മുതൽ 24 വരെയുള്ള 5 വർഷക്കാലം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടും. 10 വർഷം ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുന്ന ഓരോ വിഷയവും ജോയ്സ് ജോർജിന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ പാർലമെന്റിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നൊരു ആരോപണം പറഞ്ഞു. അതൊരു സത്യസന്ധമായി ഇപ്പൊ ജോയ്സ് ജോർജിനെതിരായി ഡീൻ കുര്യാക്കോസ് ഒരു വക്കീൽ നോട്ടീസ് അയക്കുന്ന കേസല്ലല്ലോ. എന്ത് കേസ്? വക്കീൽ നോട്ടീസ് അയച്ചാനാ? ജോയ്സ് ജോർജ് ഇപ്പൊ അഡ്വക്കേറ്റാണ്. അദ്ദേഹം ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ജൂനിയർ അഡ്വക്കേറ്റുമാരുണ്ട്. അതിനൊക്കെ മറുപടി പറയാനുള്ളതേ ഉള്ളൂ. പ്രശ്നം എന്താ? ഇദ്ദേഹം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചോ ഇല്ലെന്നുള്ളതാണ്. അദ്ദേഹം തെളിയിക്കട്ടെ. തെളിയിക്കുമ്പോൾ തിരിച്ചെടുക്കാം. ഏതായാലും ചിട്ടയായ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ ഗംഭീരമായി പോകും.
ഇതാണ് CPM ജില്ലാ നേതൃത്വത്തിന് പറയാനുള്ളത്. എന്തായാലും പ്രത്യാരോപണങ്ങളൊക്കെ നിരവധി നടക്കുമ്പോഴും ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി ഈ ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. ഇടുക്കിയിൽ നിന്നും VK സ്റ്റാലിൻ, ന്യൂസ് 18.